I look like a boss girl, അല്ലേ? എനിവേ, നമ്മൾ പലർക്കും ഒരു വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എന്താ അറിയോ, ഈ ക്ലീൻ ഗേൾ മേക്കപ്പും നോ മേക്കപ്പ് ലുക്കും ഒന്നാണെന്നുള്ളത്. ഇൻഫാക്ട് ഇറ്റ്സ് നോട്ട് ട്രൂ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഈ നോ മേക്കപ്പ് ലുക്ക് എന്ന് പറയുമ്പം ഇറ്റ്സ് മോർ ലൈക്ക് നമ്മൾ മേക്കപ്പ് ഇട്ടതുപോലെ തോന്നാൻ പാടില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് യുവർ സ്കിൻ ബട്ട് ബെറ്റർ. ഇനി ക്ലീൻ ഗേൾ മേക്കപ്പ് ലുക്ക് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. നമ്മളെ മേക്കപ്പിലാണെങ്കിലും നല്ലൊരു എഫേർട്ട് ഇട്ടതുപോലെ തോന്നണം. മാത്രമല്ല നമ്മൾ ലുക്ക് ഉണ്ടല്ലോ നല്ലൊരു ക്ലീൻ, സഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് നമ്മളൊരു വെൽ പുട്ട് ടുഗദർ പേഴ്സൺ ആയിട്ട് കാണുന്ന ആൾക്ക് തോന്നണം. അതാണ് അതിൻ്റെ അകത്തുള്ള എയിം. ഓണസ്റ്റ്ലി ഇനിഷ്യലി ഞാനും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു ബിറ്റ്വീൻ ദ ടു. അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഐ ഡിഡ് മൈ റീസെർച്ച് ആൻഡ് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ അറിയോ, ഈ ക്ലീൻ ഗേൾ മേക്കപ്പ് ലുക്കിന് വി ക്യാൻ ഹാവ് അവർ ഓൺ പേഴ്സണാലിറ്റി. നമുക്ക് നമ്മുടേതായ വി ക്യാൻ ഹാവ് അവർ ഓൺ ടേക്ക് ഓൺ ഇറ്റ്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഇസ് മൈ ടേക്ക് ഓൺ ദ ക്ലീൻ ഗേൾ മേക്കപ്പ് ലുക്ക്. ആൻഡ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മേക്കപ്പ്, ഓക്കെ, ഇറ്റ്സ് ഓൾസോ അബൌട്ട് മൈ ഹെയർ, മൈ ജ്വല്ലറി, മൈ outfits, everything plays a huge role. എന്നെ സംബന്ധിച്ചിടത്തോളം യു ഷുഡ് ലുക്ക് ലൈക്ക് എ ഫുൾ ഓൺ സഫിസ്റ്റിക്കേറ്റഡ് പേഴ്സൺ. സോ നമുക്ക് ഇനി അധികം സംസാരിച്ച് ഡിലേ ആക്കാണ്ട് പെട്ടെന്ന് തന്നെ എൻ്റെ ടേക്ക് ഓൺ ക്ലീൻ ഗേൾ മേക്കപ്പ് ലുക്ക് കാണാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഹനാൻ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്ലീൻ ഗേൾ മേക്കപ്പ് ലുക്കിൽ നമ്മളെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബേസ് നല്ല സ്ട്രോങ് ആയിരിക്കണം. ഇനി ബേസ് എന്ന് പറയുമ്പോൾ മേക്കപ്പിൻ്റെ ബേസ് മാത്രമല്ല, നമ്മൾ അതിന് അണ്ടറിൽ ചെയ്യുന്ന സ്കിൻ പ്രെപ്പ് ഷുഡ് ഓൾസോ ബി റിയലി ഗുഡ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്കിൻ പ്രെപ്പ് മുതൽ എല്ലാം കാണിച്ചു തന്നിരിക്കും. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഐം ഗോണ ഗോ ഇൻ വിത്ത് ദിസ് ടോണർ ഫ്രം വിൽവ. ഇത് അവരുടെ മിൽക്ക് ഫേഷ്യൽ ടോണർ ആണ്. ഇറ്റ് ഹാസ് ഗ്ലൈക്കോളിക് ആസിഡ് ആൻഡ് റൈസ് മിൽക്ക് എക്സ്ട്രാക്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഉള്ള സ്കിന്നുള്ള ഒരാളാണെങ്കിൽ യു വിൽ ലവ് ദിസ് പ്രോഡക്റ്റ്. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യും. പ്ലസ് ഇറ്റ്സ് സൂപ്പർ റിഫ്രഷിംഗ്. ദിസ് ഇസ് വാട്ട് ഐം കറന്റ്ലി യൂസിങ് ഇൻ മൈ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. Next, I'm going to go in with this essence from CosRX. ഇത് അവരുടെ Advanced Nail 96 Mucin ആണ്. I love this product. If you know me, you know I've been using this for quite some time. ഇതെൻ്റെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷനും പ്രൊവൈഡ് ചെയ്യും. ഓൾസോ അണ്ടർ മേക്കപ്പ് ദിസ് പെർഫോംസ് റിയലി വെൽ. നല്ലൊരു ബേസ് ലെയർ തന്നെ ഫോം ചെയ്യാൻ ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് ഞാൻ ഈ വാസ്ലിൻ ഗ്ലൂട്ടാ ഹെയർ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഹാസ് ഹൈലൂറോണിക് ആസിഡ് ആൻഡ് നയസിനമൈഡ്. It is a great source of hydration for your skin. എന്നെ പോലെ ഡ്രൈ സ്കിൻ ഉള്ള ഒരാളാണെങ്കിൽ യു വിൽ ലവ് ദിസ്. ആക്ച്വലി ദിസ് ഇസ് സൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. നിങ്ങൾ പലരും പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്തൊരു പ്രോഡക്റ്റാണിത്. ആൻഡ് ഐ മസ്റ്റ് സേ ഐ എം ആക്ച്വലി ലവിങ് ഇറ്റ്. അടുത്തതായിട്ട് ഞാൻ ഈ OC ഗ്ലോൻ്റെ അക്വാ സൺ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. നൗ ദിസ് ഹാസ് എ വാട്ടറി പ്ലസ് ജെൽ സോർട്ട് ഓഫ് എ കൺസിസ്റ്റൻസി. സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ഫോമുലയാണ്. വർക്ക്സ് റിയലി വെൽ ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. മാത്രമല്ല ഐ ലവ് ഇതിൻ്റെ ഒരു ഫിനിഷ്. നല്ലൊരു ഡ്യൂയി ഫിനിഷിങ് തരും ഇത് സ്കിന്നിന്. ഗൈസ് ഡു നോട്ട് ഫർഗെറ്റ് യുവർ നെക്ക്. നെക്സ്റ്റ് ഞാൻ ഈ ലിപ് ബാമും കൂടി യൂസ് ചെയ്യാണ്. ഇത് ഇവ ഹെർബൽസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനാണ്. ആക്ച്വലി ദിസ് ബ്രാൻഡ് ബിലോങ്സ് ടു മൈ ഫ്രണ്ട് ആൻഡ് ഇറ്റ്സ് ആക്ച്വലി എ ഗ്രേറ്റ് വൺ. ഓക്കെ, ലൈക്ക് ഇത് അവരുടെ ബീട്രൂട്ട് ആണോ സ്ട്രോബെറി ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇറ്റ്സ് എ ബീട്രൂട്ട് ടിൻറ്റ് അല്ല, ആക്ച്വലി ഇറ്റ്സ് എ ബീട്രൂട്ട് ലിപ് ബാം. ചെറിയൊരു പിഗ്മെന്റ് ലൈക്ക് കളർ ഉണ്ട് ഇതിന്, ചെറിയൊരു ലൈക്ക്. So skin prep is done. ഇനി let's move on to our makeup. So first ഞാൻ ഈ L'Oreal Infallible കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത്. ഐ എം ഇൻ ദ ഷെയ്ഡ് 314 beige. ഇത് ഞാൻ എൻ്റെ ഫേസ് മൊത്തം ഒന്നും അപ്ലൈ ചെയ്തില്ല, ജസ്റ്റ് അണ്ടർ മൈ ഐസ്. പിന്നെ എനിക്ക് ബ്ലമിഷസ് ഉള്ളിടത്തും പിന്നെ എൻ്റെ സ്കിന്നിൻ്റെ ഹൈ പോയിന്റ്സ്, എൻ്റെ ഫേസിൻ്റെ ഹൈ പോയിന്റ്സിലും കൂടിയാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇത് ബ്ലെൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഐ എം ഗോണ ഗോ ഇൻ വിത്ത് മൈ ഫൗണ്ടേഷൻ. ഞാൻ ഈ സ്വിസ് ബ്യൂട്ടിൻ്റെ എയർ ബ്രഷ് ഫിനിഷ് ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് പ്രോഡക്റ്റ് എൻ്റെ കൈൻ്റെ ബാക്കിൽ ഇതുപോലെ എടുത്തിട്ട് ഐ എം ജസ്റ്റ് ഗോണ വാം ദിസ് അപ്പ് റിയലി വെൽ. എന്നിട്ട് ഞാനിതിൻ്റെ ഫേസ് മൊത്തം ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇവിടെ മാത്രം. എനിക്ക് എവിടെയാണോ അത്യാവശ്യം കുറച്ച് കവറേജ് വേണ്ടത് അവിടെ മാത്രമാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത്. ഓൺ മൈ നെക്ക് ആൻഡ് ഓൺ മൈ ഫോർഹെഡ്. ഇത്രയേ ഉള്ളൂ, ഒരുപാടൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. നൗ ലെറ്റ്സ് ബ്ലെൻഡ് ദിസ് ഇൻ റിയലി വെൽ. ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു 1 ലെയർ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന അതേ ഫീൽ ആയിരിക്കും. ഒട്ടും കേക്കി അല്ലാത്ത പക്ഷെ അതേസമയം നല്ല കവറേജ് ഉള്ള ഒരു ഫിനിഷിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടുക. ഇനി അണ്ടർ ഐസിലുള്ള കൺസീലർ ബ്ലെൻഡ് ചെയ്യുമ്പം എക്സസ് ആയിട്ട് ബ്രഷിൽ വരുന്ന പ്രോഡക്റ്റ് നിങ്ങളെ ഐലിഡ്സിൻ്റെ മേലെയും കൂടി അപ്ലൈ ചെയ്യാം. നൗ ദിസ് വിൽ ഗിവ് ലൈക്ക് എ വെരി ക്ലീൻ എഫക്റ്റ് നെക്സ്റ്റ് ടു യുവർ ഐബ്രോസ്. ഓക്കെ, നൗ ജസ്റ്റ് ലുക്ക് അറ്റ് മൈ ബേസ്. നൗ ഇതിനെയാണ് ഒരു ക്ലീൻ ബേസ് എന്ന് പറയാം. ഇറ്റ് ലുക്സ് ലൈക്ക് മൈ സ്കിൻ ബട്ട് ബെറ്റർ. എൻ്റെ ബ്ലെമിഷസ് ഒക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് നല്ലൊരു ക്ലീൻ ക്യാൻവാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഐം ഗോണ സെറ്റ് മൈ ഐബ്രോസ്. അതിനായിട്ട് ഈ സ്വിസ് ബ്യൂട്ടിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് അവരുടെ സോഫ്റ്റ് വാട്ടർ പ്രൂഫ് പ്രിസിഷൻ പെൻസിലാണ്. ഓണസ്റ്റ്ലി ഐം നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് ദിസ് പെൻസിൽ, കാരണം ഇത് അത്ര വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല, ബട്ട് ലൈറ്റ് ഹാൻഡ് വെച്ച് ചെയ്യുമ്പോൾ നല്ല വൃത്തിയിലൊരു ഫിനിഷിംഗ് തരുന്നൊരു പ്രോഡക്റ്റ് ആയത്. ഇനി എൻ്റെ ഫേസ് ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ കിറോൻ്റെ ഐ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് അവരുടെ ഐലൈനർ പെൻസിലാണ്. ദിസ് ഈസ് ഇൻ ദ ബ്രൗൺ ഷെയ്ഡ്. ഞാൻ ഇത് വെച്ച് ജസ്റ്റ് എൻ്റെ ഐസിൻ്റെ മേലൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ. സോ ദിസ് ഈസ് ഹൗ മൈ ഐലൈനർ ലുക്സ്. ഞാൻ ഇത് ഇതുപോലൊരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ഔട്ട് ചെയ്യാണ്.
ഒരു ചെറിയ സ്മജ്ഡ് ഐ ലുക്ക് ആണ് ഞാൻ ചെയ്യുന്നത്, ബട്ട് ഇറ്റ്സ് നോട്ട് ബ്ലാക്ക്, അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ലുക്ക് എ ലിറ്റിൽ സട്ടിൽ. ഇനിയിപ്പം വരച്ച ഐലൈനർ മേലെ അവിടെ ട്രാൻസ്ഫർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ലൈറ്റ് ഷെയ്ഡ് ഓഫ് ഐ ഷാഡോ എടുത്തിട്ട് എൻ്റെ ഐലിഡ്സിൻ്റെ മേലെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ മസ്കാര ഞാൻ ഈ മേബിലിൻ്റെ ഫോൾസീസ് ലാഷ് ലിഫ്റ്റ് മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഐലാഷസിന് നല്ലൊരു വോള്യൂം പ്ലസ് നല്ലൊരു ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും, നല്ലൊരു നാച്ചുറൽ ലുക്കിംഗ് ലിഫ്റ്റ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുക. സോ ഐ റിയലി ലവ് യൂസിങ് ദിസ്. അടുത്തതായിട്ട് ഫോർ ബ്ലഷ് ഞാൻ ഈ മാർസിൻ്റെ ബ്ലഷ് ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ് ഹൊറൈസൺ. നല്ലൊരു ബ്യൂട്ടിഫുൾ ഡ്യൂയി ഫിനിഷിംഗ് തരുന്നൊരു ബ്ലഷായത്, ആൻഡ് എൻ്റെ ഡ്രൈ സ്കിൻ ലവ്സ് എ ഗുഡ് ഡ്യൂയി ബ്ലഷ്. ഞാൻ ഈ ബ്ലഷ് എൻ്റെ ചീക്സിൻ്റെ ഹൈ പോയിന്റ്സിലാണ് അപ്ലൈ ചെയ്തത്, സോ ദാറ്റ് ഐ ഗെറ്റ് എ ഗുഡ് ലിഫ്റ്റഡ് സോർട്ട് ഓഫ് എ ലുക്ക്. അടുത്തതായിട്ട് ടു സെറ്റ് മൈ ഫേസ് ഞാൻ ഈ ഷുഗറിൻ്റെ ലൂസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് അവരുടെ ടിൻറ്റഡ് ലൂസ് പൗഡറാണ്. ഇൻ ദ ഷെയ്ഡ് 15 കാപ്പുച്ചിനോ. ഞാൻ എൻ്റെ ഫുൾ ഫേസ് ഒന്നും സെറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് എൻ്റെ ടീ സോൺ, മൈ അണ്ടർ ഐസ് ആൻഡ് എൻ്റെ ഈ ചിന്നിൻ്റെ ഏരിയയും കൂടി ഞാനൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ക്രീം ബ്ലഷിനെ ഞാനൊരു പൗഡർ ബ്ലഷ് വെച്ച് സെറ്റ് ചെയ്യാണ്. ഐ എം യൂസിങ് ദിസ് വൺ ഫ്രം സ്വിസ് ബ്യൂട്ടി. ഇത് അവരുടെ ബേക്ക് ബ്ലഷർ ആൻഡ് ഹൈലൈറ്റർ ആണ്. ഇതൊരു ബ്ലഷ് പ്ലസ് ഹൈലൈറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു സെപ്പറേറ്റ് ഹൈലൈറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ദിസ് ഇസ് ഹൗ മൈ സ്കിൻ ലുക്സ് ആഫ്റ്റർ അപ്ലൈങ് ദിസ് ബ്ലഷ്. ഇനി ഞാൻ ഈ മേക്കപ്പ് റെവല്യൂഷന്റെ ബ്രോൺസർ ആണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് എൻ്റെ സ്കിന്നിന് ഒരു വാംത്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. എൻ്റെ ചീക്ക് ബോൺസിന്റെ താഴത്തും പിന്നെ എൻ്റെ ഫോർഹെഡിന്റെ അടുത്തും മാത്രമാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി ഫോർ ലിപ്സ്റ്റിക് ഞാൻ ഈ ഫേസസ് കാനഡന്റെ മിനി ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ബോൾഡ് ന്യൂഡ് ഷെയ്ഡാണ്. ഐ റിയലി ലവ് ദിസ് ലിപ്സ്റ്റിക്. നല്ല കംഫർട്ടബിൾ ആണ് ഓൺ ദ ലിപ്സ് ആൻഡ് സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആണ്, ആൻഡ് ഇറ്റ്സ് എ മിനി വൺ, സോ ഒബ്വിയസ്ലി ട്രാവൽ ഫ്രണ്ട്ലിയും കൂടിയാണ്. ഈ മാർസിന്റെ സീൽ ദ ഡീൽ മേക്കപ്പ് ഫിക്സർ വെച്ച് ഞാൻ എൻ്റെ എൻറ്റയർ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാണ്. ഫൈനലി നമ്മൾ ക്ലീൻ ഗേൾ ലുക്ക് ഇസ് ഓൾ അബൌട്ട് ഗ്ലോയിങ്. അതിനായിട്ട് ഞാൻ ഈ മേബിലിൻ്റെ ലിഫ്റ്റർ ലിപ് ഗ്ലോസും കൂടി അപ്ലൈ ചെയ്യാണ്. So yes, this is the final look. What do you guys think? Personally, I love how this look came out. എന്നോട് വെച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിരിക്കുന്ന ബാക്കി ലുക്സിൽ നിന്നും this has to be one of my favorite. വേറെ ഒന്നും കൊണ്ടല്ല, this is a lot more like my style. പിന്നെ ഐ തിങ്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്ട്സ് വെച്ചിട്ട് തന്നെ എനിക്കൊന്നൊരു 10-15 മിനിറ്റ് കൊണ്ട് കൂളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലുക്കാണ്. സോ എന്തായാലും ഈ ലുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യുക. കോളേജ് ഓർ വർക്കിനൊക്കെ പോകുമ്പം പെർഫെക്റ്റ് ആയിരിക്കും. സോ റീക്രിയേറ്റ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ എനിക്ക് ആ വീഡിയോസ് അയച്ചു തരാം. വീഡിയോസ് മാത്രമല്ല ഫോട്ടോസ് അയച്ചുതരാം. ഐ വുഡ് ലവ് ടു സീ ദം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദാറ്റ് വുഡ് മീൻ ദ വേൾഡ് ടു മീ. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ യത്താശിസ്.